നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗണേശ ജയന്തിയെക്കുറിച്ചാണ് പറയുന്നത്. ജനുവരി 22 വ്യാഴാഴ്ചയാണ് ഗണേശ ജയന്തി. വിഘ്നേശ്വരനായ മഹാഗണപതി പാർവതി ദേവിയാൽ ജനിച്ച പുണ്യദിനമായാണ് ഈ ദിവസം ആചരിക്കപ്പെടുന്നത്. ഈ ദിവസം ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ അകലുന്നതാണ്. അന്നേ ദിവസം ഗണേശ ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തി കറുകമാല സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ വീട്ടിലെ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഭഗവാന്റെ ഇഷ്ടനിവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഉണ്ണിയപ്പം, മോദകം, കൊഴുക്കട്ട, ലഡു, പഴം, എള്ളും ശർക്കരയും ചേർന്ന പലഹാരങ്ങൾ ഇവയിൽ ഏതെങ്കിലും യഥേഷ്ടം സമർപ്പിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. ആദ്യത്തേത് ഗണേശ ഗായത്രിയാണ്. മന്ത്രം ഇങ്ങനെയാണ്: ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇതിനോടൊപ്പം ഓം ഗം ഗണപതയേ നമ, ഓം ഗണേശായ നമ തുടങ്ങിയ മന്ത്രങ്ങൾ 108 തവണയും ജപിക്കാവുന്നതാണ്. അന്ന് ജപിക്കാൻ കഴിയുന്ന മറ്റു മന്ത്രങ്ങൾ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ മന്ത്രങ്ങളും നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ്. അവസാനമായിട്ട് നമസ്കാര മന്ത്രമാണ് ജപിക്കേണ്ടത്. ഈ ഒരു നമസ്കാര മന്ത്രം ജപിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ്. മന്ത്രം ഇങ്ങനെയാണ്: മംഗളം ഗണനാഥായ മംഗളം ഹരസൂനവേ മംഗളം വിഘ്നരാജായ വിഘ്നഹർത്തേസ്തു മംഗളം. അപ്പോൾ എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.